ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. റുമാൽ ഉത്തരീയം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ അത്ഭുത പ്രവർത്തികൾ ചെയ്തു. അവൻ്റെ ശരീരത്തിൽ നിന്നും റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറത്തു പോവുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 19:11. ഈ വചന അടിസ്ഥാനത്തിൽ റുമാലും ഉത്തരീയവും എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ആണ് നമ്മുടെ പഠന വിഷയം. അടുത്ത കാലത്ത് ഒരു ഉപദേശിയുമായി സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് എനിക്ക് ഇടയായി. പുരാതന സഭകൾ എല്ലാം തെറ്റിപ്പോയെന്നും അവരുടെ സഭ മാത്രമാണ് വചനപ്രകാരം ശരിയായിട്ടുള്ളതെന്നും അയാൾ പറഞ്ഞു. യേശു അന്ന് സഭ സ്ഥാപിച്ചപ്പോൾ ലോക അവസാനത്തോളം അത് നിലനിൽക്കുമെന്നും അതിന് നാശം സംഭവിക്കുക ഇല്ലെന്നും പറഞ്ഞു. സ്ഥാപിച്ച ആ സഭ പിന്നെ ഏതാണെന്നും നിങ്ങളുടെ സഭയ്ക്ക് എന്ത് പാരമ്പര്യമാണ് ഉള്ളതെന്നും നിങ്ങൾക്ക് റുമാലും ഉത്തരീയവും ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ താൻ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാല കാണിച്ച് ഇതാണ് ഞങ്ങളുടെ റുമാൽ എന്ന് പറഞ്ഞു. ഇത് താങ്കളുടെ വിയർപ്പ് തുടയ്ക്കുന്ന സ്വന്തം തൂവാലയല്ലേ? ഇതാണോ പൗലോസ് രോഗികളുടെ മുഖത്ത് ഇട്ട് പ്രാർത്ഥിക്കുന്നതിന് അപ്പോസ്തല പ്രവൃത്തികൾ 19:12 കൊടുത്തയച്ചെന്ന് എഴുതിയിരിക്കുന്നത്? അപ്പോൾ തനിക്ക് യോഗം ആരംഭിക്കുന്നതിന് സമയം ആയെന്നും നമുക്കിതേപ്പറ്റി പിന്നീടൊരു ദിവസത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് പിരിയുകയും ഉണ്ടായി. അന്നു മുതൽ റുമാലിനെക്കുറിച്ചും ഉത്തരീയത്തെക്കുറിച്ചും ഉള്ള ഒരു വിശദീകരണം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇപ്പോൾ നിറവേറ്റുന്നു. യഹൂദന്മാരുടെ തനിമ നിലനിർത്തുന്നതിനായി അവരുടെ വസ്ത്രധാരണ രീതിയിൽ തലയിൽ ഒരു തൂവാല ധരിക്കുമായിരുന്നു. ഇതാണ് റുമാൽ. ഇപ്രകാരം അറബികളും തങ്ങളുടെ ജാതിയിൽ ഉയർന്ന നിലയിൽ ആണെന്നുള്ള ഭാവത്തിൽ അവരുടെ തലയുടെ മുകളിലും ഒരു തൂവാല ഇടുകയും അത് ബലപ്പെടുത്തുവാൻ അതിന് മുകളിൽ ഒരു വളയവും ഇട്ടിരുന്നു. യേശു യഹൂദനായിരുന്നതിനാൽ ഇത് ധരിച്ചിരുന്നു. യേശുവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാൽ മറ്റൊരിടത്ത് ചുരുട്ടി വച്ചിരുന്നു. യോഹന്നാൻ 20:7. AD 312 പുറജാതിക്കാരനായിരുന്ന കുസ്തന്തീനോസ് ചക്രവർത്തി തന്നെക്കാൾ വലിയ ശക്തനായ ഒരു ശത്രു രാജാവ് തന്നോട് യുദ്ധത്തിന് വരുന്ന വിവരം അറിഞ്ഞ് രാജാവ് ഭയപരവശനായി ആകുല ചിന്തയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കടൽ തീരത്തുകൂടി ഒരു സായാഹ്ന സമയം നടക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് ഒരു കുരിശടയാളം താൻ കാണുകയും തൻ്റെ സൈന്യങ്ങളുടെ വസ്ത്രങ്ങളിൽ കുരിശടയാളം പതിച്ച് യുദ്ധത്തിന് പോകണമെന്ന ഒരു അശരീരി കേൾക്കുകയും ഉണ്ടായി. താൻ അന്ന് കണ്ട കുരിശിൻ്റെ ചുവട്ടിൽ ഒരു തൂവാലയും തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇതാണ് ഐതിഹ്യം. ഇപ്രകാരം രാജാവ് യുദ്ധം വിജയിക്കുകയും പിന്നീട് ഈ അടയാളത്തിൻ്റെ മാഹാത്മ്യവും രഹസ്യവും എന്താണെന്ന് അന്വേഷിക്കുകയും ജെറുസലേമിൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശു ക്രൂശിൽ യാഗമായി തീർന്നതും അവൻ ദൈവപുത്രനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ ശേഷം താനും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തക്കവണ്ണം ഏകീകരിക്കുന്നതിനായി ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടി. അതായിരുന്നു AD 325 കൂടിയ നിഖ്യ സുന്നകദോസ് എന്ന് അറിയപ്പെടുന്നത്. അന്നായിരുന്നു ലോകം മുഴുവൻ സഭ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 പാത്രികസന്മാരെ അതിൻ്റെ തലവന്മാരായി വാഴിക്കുകയും ഉണ്ടായി. അന്നത്തെ പ്രധാന 4 സഭകളായിരുന്നു അലക്സാന്ദ്രിയയും അന്ത്യോക്യയും കുസ്തന്തീനോസ് പോലീസും റോമായും എന്ന് അറിയപ്പെട്ടിരുന്നത്. പൗരസ്ത്യ സഭയുടെ മേൽ അന്ത്യോക്യ പാത്രിക്കീസിനായിരുന്നു അധികാരം കൊടുത്തിരുന്നത്.
ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളുടെ മുകളിൽ കുരിശ് വെക്കണമെന്നും നിർബന്ധമായി ഈ സുന്നകദോസിലാണ് തീരുമാനിച്ചത്. പിന്നീട് അതാത് പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും ശമാശന്മാരുടെയും ഒക്കെ വസ്ത്രധാരണ രീതി ഓരോ പാത്രികസന്മാരുടെയും ഹിതമനുസരിച്ച് ക്രമീകരണങ്ങൾ ഉണ്ടാക്കി. അതനുസരിച്ച് അന്ത്യോക്യ സഭയുടെ മെത്രാന്മാർ വിശ്വാസികൾക്ക് വാഴ്വ് ആശീർവദിക്കുന്നതിന് ഉപയോഗിക്കുന്ന കുരിശിന്റെ ചുവട്ടിൽ യേശു റുമാൽ ധരിച്ചിരുന്നതിനാൽ അതിന്റെ ഓർമ്മയെ നിലനിർത്താനും കൂടി യഹൂദന്മാർ തങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള ഞങ്ങൾ ആർക്കും ദാസരായിരിക്കുകയില്ല എന്നുള്ള ഗർവവും അഹങ്കാരവും കാണിച്ചിരുന്നു. ഈ അടയാളമായി ധരിച്ചിരുന്ന റുമാൽ യേശു ശിഷ്യന്മാരുടെ പാദം കഴുകുകയും വിനയവും താഴ്മയും യഹൂദന്മാരെ പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മയെ നിലനിർത്തി ക്രിസ്ത്യാനികൾ അപ്രകാരം ജീവിക്കണമെന്നുള്ള ഒരു സിമ്പലായി പിതാക്കന്മാർ റുമാലിൻ്റെ സ്ഥാനം മെത്രാന്മാരുടെ വാഴ്വിനുള്ള കുരിശിൻ്റെ അടിയിലേക്ക് മാറ്റപ്പെടുത്തി. ഇതിൻ്റെ അർത്ഥത്തിൽ പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ മീഖ പറഞ്ഞിരിക്കുന്ന വചനം ഇപ്രകാരമാണ്: മനുഷ്യ, ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്? മീഖ 6:8. ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ തേങ്ങ എറിയുന്നത് കണ്ടിട്ടില്ലേ? തങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന അഹന്തയെ ഉടച്ചു കളയാനാണ് ഇപ്രകാരം അവർ ഇത് എറിയുന്നത്. AD 70-ലും AD 135-ലും ഉണ്ടായ യുദ്ധകാലങ്ങളിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടുകയും അവരോടൊപ്പം യഹൂദമതത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച പലരും അവരുടെ വസ്ത്രധാരണ രീതി മാറ്റപ്പെടുത്താതെ ഇരുന്നതിനാൽ റുമാൽ തലയിൽ ധരിച്ചിരുന്നത് കാരണം യഹൂദന്മാരാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അനേകം യൂത ക്രിസ്ത്യാനികൾക്ക് നാശം സംഭവിച്ചു. ഇതിനുശേഷം സഭയുടെ പിതാക്കന്മാർ യൂത ക്രിസ്ത്യാനികൾ റുമാല് ധരിക്കണ്ട എന്ന് നിശ്ചയിച്ചു. അപ്രകാരം ധരിച്ചിരുന്ന റുമാൽ നിർത്തിക്കളഞ്ഞു. ഉത്തരീയം അല്ലെങ്കിൽ അപ്രോൺ, മേലാട എന്നത് പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ പുരോഹിതന്മാർ കറുത്ത കുപ്പായം ധരിക്കുന്നതിന് ശേഷം അതിന് മുകളിൽ കൂടെ ഒരടി വീതിയിൽ നിറമുള്ള ഒരു മേലാട ധരിക്കുന്ന ആണ് ഉത്തരീയം. ഇത് പൗലോസും ധരിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19:12. ഈ പാരമ്പര്യങ്ങൾ നമ്മുടെ സഭയും വെച്ചു പുലർത്തുന്നു. യേശു സ്ഥാപിച്ച പുരാതന സഭയിൽപ്പെട്ട നാം ആത്മാവിൻ്റെ രക്ഷ തേടി മറ്റ് സഭയിൽ പോകരുത്. പോകുന്നവർ ശാപഗ്രസ്തരായിത്തീരും. അതിനാൽ രൂത്തിനോട് നവോമി കാല പെറുക്കാനായി മറ്റൊരു വയലിൽ പോകരുതെന്ന ചൊല്ല് ഇവിടെ നമുക്കും അന്വർത്ഥമാണ്. അതുകൊണ്ട് നാം മറ്റൊരു സഭയുടെ വിശ്വാസം തേടി പോകേണ്ട ആവശ്യമില്ലാത്ത സത്യവിശ്വാസ സഭയിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. താങ്ക് യു.